can destroy everything. Here we are discussing such a topic, The Green Leaves, written by Grace Ogott. It is a chapter that is included in the Common Course text Kaleidoscope. It is a Common Course text for fourth sem UG students of Calicut University. Calicut University fourth sem വിദ്യാർത്ഥികൾക്കുള്ള കോമൺ കോഴ്സ് ടെക്സ്റ്റ് ആയ കാലിഡോസ്കോപ്പ് എന്ന ടെക്സ്റ്റിലെ ചാപ്റ്റർ ആണ് ദ ഗ്രീൻ ലീവ്സ്. ഈ ചാപ്റ്റർ എഴുതിയത് ഗ്രേസ് ഓഗോട്ട്. ഗ്രേസ് ഓഗോട്ട് വാസ് എ കെനിയൻ ഓഥർ, നഴ്സ്, ജേർണലിസ്റ്റ്, പൊളിറ്റീഷ്യൻ ആൻഡ് ഡിപ്ലോമാറ്റ്. കെനിയൻ റൈറ്റർ ആണ്, ആഫ്രിക്കൻ റൈറ്റർ ആണ്. ആൻഡ് ഷീ വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് കെനിയൻ മെമ്പർ ഓഫ് പാർലമെന്റ്. പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ ഗ്രേസ് ഓഗോട്ട്. ആൻഡ് ഹിയർ we have the short story The Green Leaves. The Green Leaves എന്ന ഷോർട്ട് സ്റ്റോറിയിൽ it is included in the collection Land Without Thunder. Land Without Thunder എന്ന അവരുടെ പ്രശസ്തമായ ഒരു കളക്ഷൻ ആണ്, ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ആണ്. ഈ കളക്ഷനിൽ ഉൾപ്പെട്ട കൃതിയാണ് The Green Leaves. It reveals the ancient Luo culture of the pre-colonial East Africa with its primitive laws and their conflict with the laws of the white rulers. വെള്ളക്കാരുടെ കോളനി വൽക്കരണം, അതേപോലെ തന്നെ പ്രിമിറ്റീവ് കൾച്ചർ അല്ലെങ്കിൽ ഈസ്റ്റ് ആഫ്രിക്കൻ കൾച്ചറിന്റെ ആ പഴയ തനിമയും ഇതൊക്കെ കലർന്ന ഒരു കഥയാണ് ദ ഗ്രീൻ ലീവ്സ്. The main character in the story is Nyagar, a rich man with 2 wives, many children and cattle. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം, ഈ കഥയിലെ പ്രധാന കഥാപാത്രം ന്യാഗാർ എന്ന സമ്പന്നനാണ്. അദ്ദേഹത്തിന് 2 ഭാര്യമാര്, കുറെ മക്കള്, കുറെ കന്നുകാലികള്, ഇതൊക്കെയായിട്ട് സമ്പന്നനായി ജീവിക്കുന്ന ന്യാഗാറാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. He wakes up by hearing footsteps and voices when the story opens. ഈ കഥ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നു. കാരണം എന്തൊക്കെയോ ഒച്ചയും ബഹളവും ഒക്കെ അദ്ദേഹം കേൾക്കുന്നു. അതേപോലെ ആരൊക്കെയോ ഓടുന്ന പോലെയുള്ള ഒച്ചയൊക്കെ കേട്ടിട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടുകയാണ് ന്യാഗാർ. And he sees a small group of people was followed by a larger group and realizes that they are cattle thieves. അങ്ങനെ ഉറക്കമുണർന്ന് പുറത്തേക്ക് വരുന്ന അദ്ദേഹം കാണുന്നത് കുറച്ച് മനുഷ്യരെ ഒരു വലിയ ജനക്കൂട്ടം ഫോളോ ചെയ്യുന്നു, അതായത് അവരെ ഓടിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു ഇവര് കാറ്റിൽ തീവ്സ് ആണ്, കന്നുകാലികളെ മോഷ്ടിക്കുന്ന ആളുകളാണ്. അവരെ ആളുകൾ വളഞ്ഞിട്ട് പിടിച്ചതാണ്, ആ ആളുകൾ വളഞ്ഞിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കുകയാണ് എന്ന് മനസ്സിലായി. ആൻഡ് he follows the mob. ഈ ഒരു ആൾക്കാരുടെ കൂട്ടത്തിന്റെ കൂടെ തന്നെ നമ്മുടെ ന്യാഗാറും കൂടുന്നു. And the cattle thieves lose the way, missing the bridge that separates the Mazala from the Mizogi people. ഈ സമയത്ത് കാറ്റിൽ തീവ്സ് പല വഴി ചെതറി ഓടുകയാണ്. ആ ഓടുന്ന ആളുകൾ 3 പേരാണ് അവരുള്ളത്. ആ ആളുകൾക്ക് വഴി നഷ്ടപ്പെടുന്നു, അതായത് വഴി ദിശ മാറിപ്പോകുന്നു. ഇരുട്ടാണ്, ഇരുട്ടത്ത് ഒരു പാലം കടന്നു വേണം അവർക്ക് അപ്പുറത്തേക്ക് പോകാൻ. ആ പാലത്തിനടുത്തേക്ക് അവർക്ക് എത്താൻ കഴിയുന്നില്ല. ആൻഡ് മിസോറി പീപ്പിളിൽ നിന്നും ഈ മസാല എന്ന ഈ സ്ഥലത്തെ 2 സ്ഥലത്തെയും നമ്മൾ ബന്ധിപ്പിക്കുന്ന പാലമാണ്. ആ പാലം കടന്ന് അപ്പുറത്തേക്ക് എത്താൻ അവർക്ക് കഴിയുന്നില്ല. ആൻഡ് ദേ ട്രൈ ടു ക്രോസ് ദ റിവർ ബട്ട് ഫെയിൽ. അങ്ങനെ അവര് ആ പാലം കാണാതെ നദി ക്രോസ് ചെയ്ത് അപ്പുറം പോവാന്ന് വിചാരിക്കുന്നു, പക്ഷെ അവിടെ പരാജയപ്പെടുന്നു. And one of them was caught and another 2 escaped. One hides behind a bush and the other stabs one of the villagers named Omoro, and he stabs at his shoulder blade and runs to the river. ഈ 3 പേരുണ്ട്. അതില് ഒരാള് ഒരു കുറ്റിച്ചെടിയുടെ ഉള്ളിൽ ഒളിക്കുന്നു, മറ്റൊരാള് ഒമോറോ എന്ന ആ ജനക്കൂട്ടത്തിലെ ഒരാളെ കുത്തുന്നു, ഷോൾഡറിൽ കുത്തുന്നു. അങ്ങനെ കുത്തിയതിനു ശേഷം വെള്ളത്തിൽ ചാടുന്നു, ആ നദിയിലേക്ക് ചാടുന്നു. Nyagar attempts to stop his friend Omoro's wound from bleeding. ഈ സമയത്ത് ന്യാഗാറിന്റെ സുഹൃത്താണ് ഒമോറോ. അയാളുടെ ഷോൾഡറിൽ നിന്നും ബ്ലഡ് പോകുന്നത് തടയുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ന്യാഗാർ ചെയ്യുന്നു. And one thief lays on the ground wounded. ഈ സമയത്ത് ആളുകളെ വളഞ്ഞിട്ട് പിടിച്ച് ഒരു കള്ളനെ കിട്ടിയിട്ടുണ്ട്. അയാൾ വേഗമാസകലം മുറിവായിട്ട് നിലത്ത് കിടപ്പുണ്ട്. And the villagers beat him and left him as Omoro claims that it is bad luck to witness the thief's death. ഈ സമയത്ത്
വില്ലേജേഴ്സ് ആ കള്ളനെ അടിച്ച് പഞ്ചറാക്കി ജീവചവമാക്കിയിട്ടേക്കാണ്. ഈ സമയത്ത് നമ്മുടെ ഒമോറോ പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, എന്താണ് ഇത് നല്ലതല്ല, എന്താണ്, ടു വിറ്റ്നസ് ദ ഡെത്ത് ഓഫ് എ തീഫ്, ഒരു കള്ളന്റെ മരണം നേരിട്ട് കാണുക എന്ന് പറയുന്നത് നല്ലതല്ല, അതൊരു നല്ല ലക്ഷണമല്ല, അശുഭ ലക്ഷണമാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് ഒമോറോ പറയുന്നു. ആൻഡ് the villagers cover the dying man in green leaves and agrees to bury him tomorrow at dawn. ഒമോറോയുടെ വാക്കുകൾ ജനങ്ങൾ കേൾക്കുന്നു. അങ്ങനെ അവര് ഈ മരിച്ച മനുഷ്യനെ, അതായത് നമ്മുടെ കള്ളൻ മരിച്ച പോലെ കിടക്കാൻ, ഏകദേശം മരിക്കാറായി, അങ്ങനെയുള്ള കള്ളനെ ഇല കൊണ്ട് പൊതിയുന്നു, അവിടെയുള്ള ഗ്രീൻ ലീവ്സ് വെച്ച് പൊതിയുന്നു. അങ്ങനെ പൊതിഞ്ഞതിന് ശേഷം അവര് നാളെ രാവിലെ ഇയാളെ അടക്കം ചെയ്യും. കാരണം ഏകദേശം മരിക്കാറായി, നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഏകദേശം തീർന്നോളും, അങ്ങനെ നമുക്ക് വന്ന് മറവ് ചെയ്യാമെന്ന ആ ഒരു ഉറപ്പിന്മേല് ഇവരവിടുന്ന് പോകുന്നു. And Omoro tells Nyagar that they can meet in the morning before the women go down to the river where the dead thief is beaten. ഈ സമയത്ത് ഒമോറോ ഞാഗാറിനോട് പറയുന്നു, സ്ത്രീകൾ കുളിക്കാൻ വരുന്നതിന് മുൻപ്, ഈ കടവിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് രാവിലെ തന്നെ എത്താമെന്ന് പറഞ്ഞ് അവരവിടുന്ന് പിരിയുന്നു. And Nagar thinks that the thief lying beneath the green leaves must have money on him and determines to get it. ഈ സമയത്ത് വീട്ടിലെത്തിയ നാഗാറിന് ഉറക്കു വരുന്നില്ല. കാരണം സമ്പന്നനാണ്, കുറച്ച് അത്യാഗ്രഹിയാണ്. ഈ സമയത്ത് അദ്ദേഹം ചിന്തിക്കുന്നത് കാറ്റിൽ തീഫാണ്, കന്നുകാലികളെ മോഷ്ടിച്ച് അന്നേരം തന്നെ കച്ചവടം നടത്തി അങ്ങനെ ഉള്ള ആളുകളാണ്. അപ്പൊ അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാകും, ആ പൈസ എങ്ങനെയെങ്കിലും കിട്ടണം എന്ന അത്യാഗ്രഹം ന്യാഗറിലുണ്ടായി. ആൻഡ് ഹി മേക്സ് ഹിസ് വേ ടു ദ തീഫ്സ് ബോഡി. അങ്ങനെ അദ്ദേഹം മെല്ലനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ കള്ളൻ കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഫൈനലി ഹി സീസ് ദ ബഞ്ച് ഓഫ് ഗ്രീൻ ലീവ്സ് ദോ ഹി ഈസ് ഫിയർ സ്ട്രിക്കൺ. ഇലകളിൽ പൊതിഞ്ഞ ആ കള്ളന്റെ ശരീരത്തിനടുത്തേക്ക് നമ്മുടെ ഞാഗാർ എത്തുന്നു. ആൻഡ് greedy Nagar bends over the dead man and begins to take off the leaves. അത്യാഗ്രഹിയായ നാഗാർ ആ മനുഷ്യന്റെ മേലെ ഇട്ടിരുന്ന ആ ഇലകളൊക്കെ മാറ്റാൻ നോക്കി. And he was surprised to feel warmth in the man's body. പെട്ടെന്ന് ഈ മനുഷ്യന്റെ ശരീരത്തിൽ ചെറിയ ചൂട് കാണുന്നു. അതായത് മരിച്ച മനുഷ്യരുടെ ദേഹം തണുത്തിട്ടായിരിക്കും ഉണ്ടാവുക, ഐസ് പോലെ തണുത്തിട്ടായിരിക്കും ഉണ്ടാകുക. പക്ഷെ ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ചൂട് കാണുന്ന സമയത്ത് അദ്ദേഹം ഈ ഇലകളൊക്കെ ഇങ്ങനെ മാറ്റുന്ന സമയത്ത് ആ ദേഹത്ത് ചൂട് കാണുന്നു. ആ ചൂട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിശയം തോന്നുന്നു, ഇതെന്താ ഇങ്ങനെ ചൂട്? കാരണം ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചൂട് ഉണ്ടാവുള്ളൂ ബോഡിയിൽ, മരിച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പായിരിക്കും ഉണ്ടാകുക. And he was surprised to feel warmth in the man's body. He looks through his pocket but finds nothing. അങ്ങനെ പേടിയുണ്ട് എങ്കിൽ തന്നെ ഈ വാംത്ത് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ വാംത്ത് കൂടി കാണുമ്പോൾ അദ്ദേഹത്തിന് പേടി തോന്നുന്നു, ഈ മനുഷ്യൻ മരിച്ചിട്ടില്ലേ എന്നൊരു സംശയം ഉണ്ടാകുന്നു. അങ്ങനെ എന്നിരുന്നാലും തനിക്ക് പൈസ കിട്ടണം, എന്താണ് ദീപസ്തംഭം മഹാശര്യം, നമുക്കും കിട്ടണം പണം എന്ന് പറഞ്ഞാല് ഏക ലക്ഷ്യം പണം മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹം മെല്ലനെ ഈ മനുഷ്യന്റെ പോക്കറ്റിലേക്ക് നോക്കി. പക്ഷെ പോക്കറ്റില് ഒന്നും കാണാൻ സാധിച്ചില്ല. ആൻഡ് സഡൻലി ഹി ഗോട്ട് ആൻ ഐഡിയ ദാറ്റ് കാറ്റിൽ ട്രേഡേഴ്സ് ഓഫൻ ക്യാരി മണി അറൗണ്ട് ദിയർ നെക്ക്. പെട്ടെന്ന് അദ്ദേഹത്തിന് ആ ആശയം തോന്നി, എന്താണ് ഈ കാറ്റിൽ ട്രേഡേഴ്സ്, ഈ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ അവരുടെ കഴുത്തിന് ചുറ്റുമാണ് താക്കോൽ കൂട്ട ഇടുന്നത്, അല്ലെങ്കിൽ പേഴ്സ്, പൈസ ഇതൊക്കെ സൂക്ഷിക്കുന്നത്. കഴുത്തിലൂടെ ഒരു ബാഗ് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടായിരിക്കും സൂക്ഷിക്കുന്നത്. ആ ഒരു ഐഡിയ പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. ആൻഡ് ഹി ഫൈൻഡ്സ് എ ബാഗ് അറൗണ്ട് ദ മാൻസ് നെക്ക്. അദ്ദേഹത്തിന്റെ ആശയം പോലെ തന്നെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബാഗ് കണ്ടുപിടിച്ചു. ആസ് ഹി ട്രൈസ് ടു ടേക്ക് അവേ ദ ബാഗ് ഹി വാസ് സ്ട്രക്ക് വിത്ത് എ ബ്ലോ സ്ട്രെയിറ്റ് ഇൻ ദ ഐ. അങ്ങനെ ഈ താഴെ കിടന്ന കള്ളനെ പൊക്കി എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തിന്റെ കഴുത്തിലൂടെ ആ പേഴ്സ് അല്ലെങ്കിൽ ആ ബാഗ് എടുക്കാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണിൽ ഒരു അടി, ശക്തമായ ഒരു അടി, അതായത് ഈ കള്ളൻ തല കൊണ്ട് ഒരു ഒറ്റ അടി കൊടുത്ത് അപ്പോഴേക്കും നമ്മുടെ നാഗാർ ബോധം വിട്ട് വീഴുന്നു. ആൻഡ് he falls to the ground unconscious. The thief, now awaken up from the deep sleep, killed Nagar. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന്, അതായത് ഈ വില്ലേജേഴ്സ് അടിച്ച് ഒരു പരുവാക്കി ഇട്ടിരുന്നതാണ്. അങ്ങനെ ഒരു ഉറക്കത്തിലേക്ക് പോയ മനുഷ്യൻ, അൺകോൺഷ്യസ് ആയി മാറിയതാണ്.
ആ വ്യക്തി ഉണർന്നതാണ്, അതായത് ആ കള്ളൻ ഉണർന്നതാണ്. ആ ഉണർന്ന കള്ളൻ തന്റെ സ്ഥാനത്ത് ന്യാഗാറിനെ അടിച്ച് കൊലപ്പെടുത്തി അവിടെ ഇടുന്നു. And he then covers Nyagar in leaves and cross the bridge. He then covers Nyagar in leaves and cross the bridge. താൻ കിടന്ന സ്ഥലത്ത് ന്യാഗാറിനെ കിടത്തി ഇലകൾ കൊണ്ട് പൊതിഞ്ഞ് അദ്ദേഹം ആ ബ്രിഡ്ജ് കടന്നു പോകുന്നു, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ പാലം കടന്ന് പോകുന്നു. The next day at dawn, the clan leader Onilo sounds the funeral drum, and there was about 100 people to hear what he says. പിറ്റേന്ന് രാവിലെ പ്രഭാതമായി. രാവിലെ ആയ സമയത്ത് ആ ഗ്രാമത്തലവൻ, ആ ഗ്രൂപ്പിന്റെ തലവൻ, ഒലയിലോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഡ്രം ബീറ്റ് ചെയ്യുന്നു. ഫ്യൂണറൽ ഡ്രം ആണ്, മരണമണി മുഴക്കുന്ന പോലെ ഇവിടെ ഡ്രം മുട്ടുകയാണ്. ആ ഒരു പ്രത്യേക പാറ്റേണില് ഡ്രം മുട്ടുന്നു, മരണ വാർത്ത അറിയിക്കേണ്ടിയിട്ടാണ്. ആൻഡ് there was about 100 people, ഏകദേശം ഒരു 100ഓളം ആളുകൾ കൂടിയിട്ടുണ്ട്. ടു ഹിയർ വാട്ട് ഹി സീസ്, അയാൾ എന്താണ് പറയുന്നത്, ഒലയിലോ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ഏകദേശം ഒരു 100ഓളം ആൾ കൂടിയിട്ടുണ്ട്. ആൻഡ് ഒലയിലോ tells them the incident that happened the night before. അവരോട് കാര്യങ്ങൾ പറയുന്നു, അതായത് ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ ഇങ്ങനെയാണ്, കള്ളന്മാരെ പിടിച്ച കാര്യങ്ങളും അതില് ഒരുത്തനെ ഇങ്ങനെ അവിടെ ഇലകൾ കൊണ്ട് മൂടിയിട്ടിട്ടുണ്ട്, ബാക്കി രണ്ടുപേര് രക്ഷപ്പെട്ടു എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നു. ആൻഡ് thief is murdered who is considered as an evil person. ഒരു കള്ളനെ കൊന്നിട്ടുണ്ട്. The white man considers the murder of a person as evil one and want to kill him. ഇനി വെള്ളക്കാരുടെ നിയമങ്ങൾ, ഒരാളെ കൊന്ന ഒരാളെ, അതായത് ഈ തീഫിനെ കൊന്ന ആളെ അവർ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ അവർ വെടിവെച്ച് കൊല്ലും. അപ്പൊ അങ്ങനെയുള്ള നിയമമാണ്, എന്താണ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള നിയമമാണ് വെള്ളക്കാരുടെ നിയമം. അതുകൊണ്ട് so Olailo tells them that a group of men must go to the white man and tell them that the thief was killed by a group of people. അതുകൊണ്ട് ഒലയിലോ പറയുന്നു, നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകണം, ഈ വെള്ളക്കാരുടെ അടുത്ത് പോകണം, എന്നിട്ട് പറയണം ഈ വില്ലേജിലെ ഒരു കൂട്ടം ആളുകളാണ് ഇയാളെ കൊന്നത്, ഈ തീഫിനെ കൊന്നതെന്ന് പറയണം. ഏതെങ്കിലും ഒരാളാണ് കൊന്നതെന്ന് പറഞ്ഞാൽ അയാളെ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ അയാളെ കൊന്നു കളയും. അതുകൊണ്ട് നിങ്ങൾ ഗ്രൂപ്പില് ഉള്ള എല്ലാവരും, അതായത് ഈ ഒരു ഗ്രാമത്തിലുള്ള എല്ലാ വില്ലേജേഴ്സും ചേർന്നാണ് ഈ കള്ളനെ കൊന്നത് എന്ന് പറയണമെന്ന് ഒലയിലോ അവരോട് പറയുന്നു. So that no one would suffer sole blame for the thief's murder, and they do so. അതിന് കാരണം ഒരാൾ മാത്രമാണ് ഇത് ചെയ്തത് എങ്കിൽ അയാളുടെ ജീവന് ഭീഷണിയാണ്, ഈ വെള്ളക്കാർ അയാളെ കൊന്നുകളയും. അതുകൊണ്ട് ഇങ്ങനെ പറയണം ഒലയിലോ പറയുന്നു. അതുപോലെ തന്നെ വില്ലേജേഴ്സ് അവിടെ പോയിട്ട് അറിയിക്കുന്നു. In this time many people gathered under the tree including the voice of Nyagar. അങ്ങനെ വെള്ളക്കാർ അവിടെ എത്തുന്നു. ഈ സമയത്ത് കുറെ ആളുകൾ കൂടിയിട്ടുണ്ട്. ആ വെള്ളക്കാരുടെ അവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ന്യാഗാറിന്റെ ഭാര്യമാരും ഉണ്ട്, രണ്ടുപേരുണ്ട് നമ്മൾ പറഞ്ഞു. ആൻഡ് Nyagar's wife looks for her husband while they walk towards the river. ഈ സമയത്ത് ന്യാമുന്റെ എന്ന ന്യാഗാറിന്റെ ഭാര്യ, അവരാണ് അദ്ദേഹത്തോട് കുറച്ച് സ്നേഹമുള്ള നല്ല ഒരു ഭാര്യയാണ്. ആ സ്ത്രീ തന്റെ ഭർത്താവിനെ ആളുകളുടെ ഇടയിൽ തിരയുന്നു. കാരണം അത്യാവശ്യം പൈസയൊക്കെ ഉള്ള ഒരു ഗ്രാമത്തലവനെ പോലത്തെ ഒരു വ്യക്തിയാണ്. ഈ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഗ്രാമത്തിലുണ്ടാകുമ്പോൾ ഇടപെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ കൂട്ടത്തിൽ കാണുന്നില്ലല്ലോ എന്ന് നോക്കുന്നു. And Nyamunde notices the wet grass and commands the co-wife that a black cat crossed their path earlier. ഈ സമയത്ത് ആ റിവറിലേക്ക് പോകുന്ന വഴി നനഞ്ഞിട്ടുണ്ട് എന്നവർ കാണുന്നു. അതായത് നമ്മുടെ കള്ളൻ ഈ റിവർ ക്രോസ് ചെയ്ത് പോയതാണ്, ആ വഴി ക്രോസ് ചെയ്ത് പോയതാണ്. ആ നനവ് കാണുന്നു. അതേപോലെ തന്നെ പെട്ടെന്ന് തന്റെ കൂടെയുള്ള മറ്റേ ഭാര്യയോട് പറയുന്നു, അതായത് ന്യാഗാറിന് 2 ഭാര്യമാരാണ്, ഒരു ഭാര്യയാണ് ന്യാമുന്റെ, അവള് മറ്റേ സ്ത്രീയോട് പറയുന്നു, അതായത് നമ്മൾ വരുന്ന വഴിക്ക് ഒരു കറുത്ത പൂച്ച നമ്മുടെ കുറുകെ ചാടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് നമുക്കറിയാം കറുത്ത പൂച്ച കുറുകെ ചാടുക എന്ന് പറയുന്നത് നിശകുനമാണ്, ബാഡ് ഓമൻ ആണ്, അതും പറയുന്നു. And the policeman came there. Olilo explains everything to them through a translator. അങ്ങനെ വെള്ളക്കാർ അവിടെ എത്തുന്നു. അവരോട് ഒരു ട്രാൻസ്ലേറ്ററിലൂടെ എല്ലാം പറയുന്നു. അതായത് ഇവരുടെ ഭാഷ മനസ്സിലാകാൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ ഒരു ട്രാൻസ്ലേറ്റർ ഭാഷ തർജ്ജമ ചെയ്യാൻ വേണ്ടി ഒരാളുണ്ട്. അയാളിലൂടെ ഈ നടന്ന കഥകളൊക്കെ വൈറ്റ് മാനിനെ അറിയിക്കുന്നു.
The white man accuses the clan man for being savage. ഈ സമയത്ത് പരിഷ്കാരമില്ലാത്ത ജാതികൾ എന്ന് പറഞ്ഞ് വൈറ്റ് മാൻ അവരെ പരിഹസിക്കുന്നു. ആൻഡ് ഒലേലോ ആർഗ്യൂഡ് ദാറ്റ് ദ വില്ലേജ് കിൽഡ് ദ തീഫ് ആൻഡ് ദേ ഷുഡ് ബി അറസ്റ്റഡ്. ഈ സമയത്ത് ഒലേലോ പറയുന്നു, ഈ ഗ്രാമം മൊത്തത്തിലാണ് ഈ കള്ളനെ കൊന്നത്, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഉറപ്പിന്മേലും ഒരു വാക്കിന്മേല് ഒലേലോ നിൽക്കുന്നു. കാരണം ഒരാളാണ് എങ്കിൽ അയാളെ അവർ കൊല്ലും, അതുകൊണ്ട് ഒരു ഗ്രാമമാണെങ്കിൽ കുറെ ആളുകളുണ്ട്, അപ്പൊ ഒന്നും ചെയ്യില്ല എന്നൊരു വിശ്വാസമാണ് ഒലേലോയ്ക്ക് അങ്ങനെ നിൽക്കുന്നത്. ആൻഡ് ദ പോലീസ് ഓഫീസർ നിയർ ദ ബോഡി ഓഫ് ദ തീഫ്. ഈ സമയത്ത് ഈ വില്ലേജിന്റെ സംസ്കാരമില്ലായ്മയൊക്കെ കുറ്റം പറഞ്ഞ ആ പോലീസ് ഓഫീസർ ഈ കള്ളന്റെ ശരീരത്തിനടുത്തേക്ക് വരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ദെയർ റൂൾ ടു ടേക്ക് ദ ബോഡി ടു ഓട്ടോപ്സി ടു ഡിസ്കവർ ദ കോസ് ഓഫ് ദ ഡെത്ത്. ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഈ മരണ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, മരണകാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണം. ആൻഡ് ദ ആഫ്രിക്കൻ പോലീസ് ഓഫീസർ ടേക്സ് ഓഫ് ദ ലീവ്സ് ആൻഡ് ഒലേലോ സീസ് ദ ബോഡി ഓഫ് ഹർ കസിൻ ന്യാഗ there. ഈ സമയത്ത് ബോഡി പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ആ കരിയില മാറ്റുന്ന സമയത്ത്, ഇലകൾ മാറ്റുന്ന സമയത്ത് പെട്ടെന്ന് ആഫ്രിക്കൻ പോലീസ് ഓഫീസറാണ് ഇത് മാറ്റുന്നത്. അയാൾ കാണുന്നത് ന്യാഗാറിനെയാണ്. ന്യാഗാർ എന്നത് നമ്മുടെ ഒലേലോയുടെ കസിനാണ്. തന്റെ കസിനെ അവിടെ കാണുന്ന സമയത്ത് ഒലേല പെട്ടെന്ന് ഞെട്ടുന്നു. ന്യാമുണ്ടെ റൺസ് അപ് ടു ഹർ ഹസ്ബൻഡ്സ് ബോഡി ആൻഡ് വീപ്സ് ഓവർ ഇറ്റ്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ, ന്യാഗാറിന്റെ ഭാര്യ ന്യാമുണ്ടെ, അവർ ഓടി വരുന്നു, തന്റെ ഭർത്താവിന്റെ ബോഡിയുടെ അടുത്തേക്ക് ഓടി വരുന്നു, എന്നിട്ട് കരയാൻ തുടങ്ങുന്നു. ആൻഡ് ദ ക്രൗഡ് ഈസ് സ്റ്റൺഡ് ബൈ ദ ന്യൂ ഡെവലപ്മെന്റ്. പെട്ടെന്ന് ജനങ്ങൾ അതിശയിച്ചു. കാരണം ഇവരെ ഒരു കള്ളനെയാണ് കൊന്നിട്ട് അവിടെ ഇട്ടത്, പക്ഷേ അതായത് ഏകദേശം മരിക്കാറായി കിടന്നത് ഒരു കള്ളനാണ്. ഇപ്പൊ അവിടെ വന്നിരിക്കുന്നത് ആ ഗ്രാമത്തിലെ പ്രധാനിയായ ഒരു വ്യക്തിയാണ്. ആ കാര്യങ്ങളൊക്കെ കണ്ട് ജനങ്ങൾ സ്തബ്ധരായി. Orega seems upset and tells them that an evil spirit has descended on the village and Naga spirit is one among them. ഈ സമയത്ത് ഒലേലോ പറയുന്നു, ഈ ഗ്രാമത്തിൽ എന്തോ ഒരു ദുർഭൂതം ബാധിച്ചിട്ടുണ്ട്, അതിലൊരു ഭൂതമാണ്, അതിലൊരു ആത്മാവ് നമ്മുടെ ന്യാഗാറിന്റെ ദേഹത്ത് കയറിയതാണെന്ന് പറയുന്നു. And Nyamunde struggles with the police as they take her husband's body in a truck. ഈ സമയത്ത് പോസ്റ്റ്മോർട്ടത്തിനായി ട്രക്കിലേക്ക് ന്യാഗാറിന്റെ ശരീരം കയറ്റുന്ന സമയത്ത് ആ പോലീസ് ഓഫീസറുമായിട്ട് വളരെയധികം പെടാപ്പാട് വരുന്നു. അതായത് തന്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോകരുത് എന്നുള്ള നിലയിൽ ന്യാമുണ്ടെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നു. ആൻഡ് എ പോലീസ് മാൻ ട്രൈസ് ടു കംഫോർട്ട് ഹർ, ബട്ട് ടു ഹർ ഇറ്റ് ഡസന്റ് മാറ്റർ ആസ് ഹി ഈസ് നോട്ട് അലൈവ്. ഈ സമയത്ത് ഒരു പോലീസ് ഓഫീസർ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവർ പറയുന്നത് എന്റെ ഭർത്താവിന്റെ ജീവനില്ലാതെ ഈ ബോഡിയും അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ തന്നെ നഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് തനിക്ക് ഇനി ജീവിക്കണ്ട എന്നുള്ള രീതിയിലേക്ക് വിലാപത്തിലേക്ക് അവർ പോകുന്നു. ആൻഡ് ഷീ ദെൻ ബിഗാൻ ടു വീപ് ആൻഡ് ചാന്റ്. അവര് കരയാനും എന്തൊക്കെയോ കുരുവിൽക്കാനും മന്ത്രിക്കാനും ഒക്കെ തുടങ്ങുന്നു. ആൻഡ് ദ സ്റ്റോറി എൻഡ്സ് വിത്ത് ദെയർ ട്രഡീഷണൽ സോങ് ഓഫ് മോർണിംഗ്. ഈ കഥ അവസാനിക്കുന്നത് അവരുടെ ആ ഒരു മരണാനന്തര വിലാപ അവസ്ഥയിലാണ് ഈ കഥ. അതായത് ഈ സ്ത്രീ തലയ്ക്ക് കൈ കൊടുത്ത് അവിടെ നിന്ന് എന്തൊക്കെയോ കരയോ പറയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലാണ് ഈ കഥ അവസാനിക്കുന്നത്. ഇതില് ഈ കഥയിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്: ദ ഗ്രീൻ ലീവ്സ്, ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഗ്രീൻ ലീവ്സ്, അല്ലെങ്കിൽ ദ സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് ദ ഗ്രീൻ ലീവ്സ്. പിന്നീട് ചോദിക്കാവുന്നത് എക്സ്പ്ലെയിൻ ദ റൂൾസ് ഓഫ് കോളനൈസേഷൻ ഓർ കൊളോണിയൽ പവേഴ്സ്. അവരുടെ നിയമങ്ങൾ എന്താണ്? ഈ വൈറ്റ് മാൻ അവരുടെ നിയമങ്ങള്, അതിന്റെ കർക്കശം, അതൊക്കെയാണ് ചോദിക്കാവുന്നത്. പിന്നീട് എക്സ്പ്ലെയിൻ ദ സൂപ്പർസ്റ്റിഷൻസ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ വിശ്വാസങ്ങൾ, സൂപ്പർസ്റ്റിഷൻസ് ഓഫ് ദ നേറ്റീവ് പീപ്പിൾ, ഇൻഡിജിനസ് പീപ്പിൾ, അവരുടെ ആ ഒരു അന്ധവിശ്വാസങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു പൂച്ച കൊടുക്കാൻ ചാടിയത്, അതേപോലെ തന്നെ അവിടെ ഒരു ആത്മാവുണ്ട്, ദുരാത്മാവുണ്ട്, ബാഡ് ഓമൺ അല്ലെങ്കിൽ ബാഡ് സ്പിരിറ്റ് ഉണ്ട്. ആൻഡ് ന്യാഗാസ് ബോഡി ഇസ് നൗ അഫക്റ്റഡ് വിത്ത് ദാറ്റ് സ്പിരിറ്റ്. അവർ പറയുന്നത് അങ്ങനെയാണ്. അതായത് അവിടെ ഒരു ദുർഭൂതമുണ്ട്, ഏതൊക്കെയോ ആത്മാക്കൾ അവിടെ ഉണ്ട്, അതില് ആ ആത്മാക്കളാണ് ഈ ന്യാഗാറിന്റെ ശരീരത്തെ ഇപ്പോ ബാധിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള അവരുടെ വിശ്വാസങ്ങൾ. These are the main points. Hope you enjoyed it. Thank you.